ഹലോ. അകാലത്തിൽ പൊലിഞ്ഞുപോയ ശോഭ എന്ന അഭിനേത്രിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആരാണ് ശോഭ? ഒരു മലയാളം തമിഴ് ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു ശോഭ. 1962 സെപ്റ്റംബർ 23 KP മേനോന്റെയും അഭിനേത്രിയായിരുന്ന പ്രേമയുടെയും മകളായിട്ടായിരുന്നു ശോഭയുടെ ജനനം. മഹാലക്ഷ്മി എന്നായിരുന്നു യഥാർത്ഥ നാമം. ബാലതാരമായിട്ടായിരുന്നു മഹാലക്ഷ്മി സിനിമയിലേക്ക് വരുന്നത്. ബേബി മഹാലക്ഷ്മി എന്ന പേരിലാണ് ആദ്യ സിനിമയിൽ അഭിനയിച്ചത്. AP ചന്ദ്രഭാനു സംവിധാനം ചെയ്ത തട്ടുങ്കൽ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിലെ ബാലതാരമായിട്ടാണ് അഭിനയം തുടങ്ങിയത്. മലയാളത്തിൽ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലും ബാലതാരമായിട്ട് മഹാലക്ഷ്മി അഭിനയിച്ചിരുന്നു. മുതിർന്നു കഴിഞ്ഞ് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ശോഭ എന്ന പേര് സ്വീകരിച്ചത്. ഉത്രാട രാത്രി എന്ന മലയാള ചിത്രത്തിലാണ് ശോഭ ആദ്യമായി നായികയായി അഭിനയിച്ചത്. പശി എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് 17-ാം വയസ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ശോഭ കേരളത്തിലും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രധാന സിനിമകൾ തട്ടുങ്കൽ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ശോഭ അഭിനയിച്ചത്. ഉദ്യോഗസ്ഥ എന്ന മലയാള ചിത്രത്തിലും ബാലതാരമായിട്ടായിരുന്നു അഭിനയിച്ചത്. പശി എന്ന തമിഴ് ചിത്രത്തിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. മറ്റു ചിത്രങ്ങൾ ശാലിനി എന്റെ കൂട്ടുകാരി, ഉൾക്കടൽ, 2 പെൺകുട്ടികൾ, ഉത്രാട രാത്രി, ഏകാകിനി തുടങ്ങിയവയൊക്കെയായിരുന്നു. ഉത്രാട രാത്രി ബാലചന്ദ്ര മേനോന്റെ ആദ്യ സിനിമയായിരുന്നു. സംവിധായകൻ ബാലു മഹേന്ദ്രയെയാണ് ശോഭ വിവാഹം ചെയ്തത്. 1980 മെയ് 1 17-ാം വയസ്സിൽ ശോഭ മരണപ്പെട്ടു. ഇന്നും മരണകാരണം അവ്യക്തം. ശോഭയുടെ വിയോഗത്തിനിടയാക്കിയ സാഹചര്യത്തെ ആസ്പദമാക്കിയായിരുന്നു പ്രശസ്ത സംവിധായകൻ KG ജോർജ് തന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ എടുക്കാനിടയായത്. KG ജോർജിന്റെ സംവിധാനത്തിൽ ഇന്നസെന്റ് ആയിരുന്നു സിനിമ നിർമ്മിച്ചത്. 1983 ചിത്രം പുറത്തിറങ്ങിയത്. ഇന്നസെന്റിന്റെ ആദ്യകാല നിർമ്മാണ സംരംഭം കൂടിയായിരുന്നു ഈ ചിത്രം. ഇനി ശോഭയിലേക്ക് മടങ്ങിപ്പോകാം. 17 വർഷം മാത്രം ജീവിച്ച ശോഭ 16-ാം വയസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ 17 വയസ്സുള്ളപ്പോൾ തന്നെ അവർ ഈ ലോകം വിട്ടുപോയി. മരണം ഇപ്പോഴും ദുരൂഹമാണ്. ശോഭയുടെ മരണം നടന്നിട്ട് ഏകദേശം 45 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ മരണത്തിന്റെ ദുരൂഹത കെട്ടടങ്ങിയിട്ടില്ല. ജീവിതത്തിൽ എപ്പോഴും അവർ സന്തോഷവതിയായിരുന്നു. പക്വതയില്ലാത്ത പെരുമാറ്റം, ചിരി എന്നിവയുള്ളൊരു പെൺകുട്ടി. അവരോട് ഇടപെട്ടിരുന്നവരുടെ ഓർമ്മകൾ ഇന്നും അവർ ജീവിക്കുന്നു. വളരെ ഊർജ്ജസ്വലതയോടെ, ബഹുമാനത്തോടെ, സൗഹൃദത്തോടെ പെരുമാറുന്ന ശോഭയുടെ മരണം ആത്മഹത്യ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ശോഭയുടെ സുഹൃത്തും നടിയുമായിരുന്ന ജലജ പറഞ്ഞിരുന്നത്. 1978 റിലീസായ ഉത്രാട രാത്രി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് മഹാലക്ഷ്മി ശോഭയായി മാറുന്നത്. 17 വയസ്സിൽ 45ഓളം സിനിമകളിൽ ശോഭ അഭിനയിച്ചിരുന്നു. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ അവർ അഭിനയിച്ചിരുന്നു. ശോഭയുടെ കൗമാര ജീവിതത്തിൽ ധാരാളം വിഷമതകൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. പക്ഷേ പുറമെ എപ്പോഴും അവർ സന്തോഷവതിയായി കാണപ്പെട്ടു. തന്റെ അച്ഛന്റെ പ്രായമുള്ള ബാലു മഹേന്ദ്ര എന്ന സംവിധായകനെ പ്രണയിക്കുമ്പോൾ ശോഭയുടെ അമ്മ ഉൾപ്പെടെ പലരും എതിർത്തിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അച്ഛന്റെ പ്രായമുള്ള, അതും വിവാഹിതൻ കൂടി ആയിരുന്ന സംവിധായകനും ക്യാമറാമാനുമായ ബാലു മഹേന്ദ്രയുമായി ബന്ധം വിവാദമാവുകയും 1978 വിവാഹം കഴിച്ചതായി പറയപ്പെടുകയും ചെയ്യുന്നു. 1 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. 1980 ശോഭയെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടത്. ആത്മഹത്യയാണെങ്കിൽ എന്തിന്, കൊലപാതകമാണെങ്കിൽ ആര്, എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. വെറും 17 വയസ്സിനുള്ളിൽ ശോഭ വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾ ധാരാളമാണ്. അത്രമാത്രം ഉജ്ജ്വലമായിരുന്നു അവരുടെ അഭിനയം. ക്യാമറയ്ക്ക് മുന്നിൽ ആത്മാർത്ഥമായി അഭിനയിക്കുക എന്നുള്ളത് ശോഭയ്ക്ക് നിർബന്ധമായിരുന്നു. സംവിധായകൻ പറയുന്നതനുസരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ സത്യസന്ധമായി തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുമായിരുന്നു ശോഭ. 1977 മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിന് അവർ നേടി. 1978 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് എന്റെ നീലാകാശം എന്ന ചിത്രത്തിലും നേടി. പിന്നീട് 17-ാം വയസ്സിൽ പശി എന്ന തമിഴ് ചിത്രത്തിൽ ഉർവശി പട്ടവും നേടി. വലിയ താരപ്പകിട്ടുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ശോഭ. ചെറുപ്രായത്തിൽ അഭിനയത്തിൽ താരറാണിയുമായിരുന്നു. 17-ാം വയസ്സോടെ എല്ലാം അസ്തമിച്ചു. ശോഭയുടെ മരണം സിനിമാ ലോകത്തിന് വല്ലാത്ത വേദനയും ഞെട്ടലുമായിരുന്നു. വെറും 17 വയസ്സുകൊണ്ട് സിനിമാ ലോകത്ത് പ്രകാശം പരത്തി പെട്ടെന്ന് മാഞ്ഞുപോയ ഒരു നക്ഷത്രം കൂടിയായിരുന്നു ശോഭ എന്ന പെൺകുട്ടി.